ഓട്ടോകാഡിന്റെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും എലവേഷനും വരയ്ക്കാൻ തന്നിരുന്നു. എത്ര പേര് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? എല്ലാവരും ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ചെയ്ത് എല്ലാവരും കണ്ടു. ആരും എലവേഷനും സെക്ഷനും ചെയ്ത ആരെങ്കിലും ഉണ്ടോ അതില്? ആരെങ്കിലും ഉണ്ടോ? ഹലോ, ഇതിലാരുണ്ടോ ജോയിൻ ചെയ്ത ആരെങ്കിലും? എലവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഫ്രണ്ട് വ്യൂ കേട്ടോ. ഫ്രണ്ട് നോക്കുന്ന വ്യൂ ആണ് എലവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ വെർട്ടിക്കലി നമ്മൾ വീട്ടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നതാണ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാണും? ചുമറ്റ കല്ല് കാണും അല്ലെ? തറ കട്ട് ചെയ്യുമ്പോൾ തറ കാണും, ഫൗണ്ടേഷൻ കാണും. അപ്പൊ കട്ട് ചെയ്ത ഭാഗത്തിൽ എന്തൊക്കെ കാണും? അതാണ് സെക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു വീടിന്റെ പ്ലാൻ മൊത്തത്തിൽ വരക്കുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടാവും, ഫസ്റ്റ് ഫ്ലോർ ഉണ്ടെങ്കിൽ അതുണ്ടാവും, തേർഡ് ഫ്ലോർ ഉണ്ടെങ്കിൽ അതുണ്ടാവും. ഫ്രണ്ട് വ്യൂ ആണ് എലവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട് നോക്കുമ്പോൾ അങ്ങനെ. അപ്പോൾ ഒരു വീട് ഉണ്ടാക്കുന്നതിന് മുന്നേ പ്ലാൻ ആയി കഴിഞ്ഞാൽ അതിന്റെ സെക്ഷൻ എലിവേഷനൊക്കെ നമുക്ക് ഇമേജിനറി നമുക്ക് വേണ്ട രൂപത്തിൽ നമുക്ക് വരച്ചെടുക്കാം, എന്നിട്ട് ക്ലൈന്റിനെ കാണിക്കാം. അത് 3D മോഡലും കൂടി ചെയ്ത് കഴിഞ്ഞാൽ വീട് വരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ അതിന്റെ മോഡൽ കിട്ടുകയാണല്ലേ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത്. അതിനാണ് നമ്മൾ സ്കെച്ചപ്പ് ഉപയോഗിച്ച് റെൻഡറിങ് ചെയ്യുന്നതും റെവിറ്റ് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇനി ആരും കയറാനുണ്ടോ? ഓക്കെ, നമുക്ക് എലിവേഷൻ ഒന്ന് ജസ്റ്റ് എലിവേഷൻ സെക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇപ്പൊ കുറെയൊക്കെ ഞാൻ പറഞ്ഞുതരും, ബാക്കി നിങ്ങൾക്ക് വാക്കായിരിക്കും ഉണ്ടാകുക ചെയ്തു തരാൻ. അപ്പൊ ഇതിന്റെ ബേസിക് തിയറി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരും നിങ്ങൾക്ക്, ബാക്കി നിങ്ങൾ ചെയ്ത് സെറ്റ് ആക്കാം. ഓക്കെ, എല്ലാം കൂടി 1 മണിക്കൂറോടെ നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയില്ല. അപ്പൊ ഒരു വീടിന്റെ എലിവേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? ഫ്രണ്ട് വ്യൂ ആണ്. മുന്നേ നമ്മൾ ഒരു വീടിന്റെ ഈ പ്ലാനിന്റെ എലിവേഷൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ആണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ വരച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലെ? ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോർ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഫ്ലോർ എങ്ങനെ വരക്കാം? ജസ്റ്റ് ഇതിന്റെ ഒരു കോപ്പി എടുത്താൽ മതി കേട്ടോ. CO എൻ്റർ ചെയ്യുക, പോയിന്റ് അടിച്ചിട്ട് കോപ്പി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ഒക്കെ ആയി. ഓക്കെ, രണ്ട് സെയിം ആണ്, ചെറിയൊരു മാറ്റം ഉണ്ടാവുള്ളൂ. സ്റ്റെയർ കാണുന്നതിൽ ഫസ്റ്റ് ഫ്ലോറിലാവുമ്പോൾ സ്റ്റെയർ നമുക്ക് എന്ത് ചെയ്യില്ല, ഗ്രൗണ്ട് ഫ്ലോർ കാണൂല അല്ലെ? അപ്പൊ ഇതൊക്കെ ഡോട്ടർ ആവും, ഇതൊക്കെ എന്താവും? ഈ ലൈനുകളൊക്കെ ഡോട്ടർ ലൈൻ അല്ലാതെ നോർമൽ ലൈൻസ് ആയിട്ട് മാറും. അതാണ് മാറ്റം വരിക. ഓക്കെ, ഈ രണ്ട് സ്റ്റെപ്പ് നമുക്ക് ഡോട്ടഡ് ആക്കിയിട്ട് കൊടുക്കാം. ഡോട്ടർ ആണ് കേട്ടോ. സ്കെയിൽ ഫാക്ടർ മാറ്റിയാൽ മതി, അത് ക്ലിയർ ആവും. ഓക്കെ, പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ പിന്നെ നമുക്ക് സൺഷെയ്ഡ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോയിന്റ് അടിച്ച് ഓഫ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആളുന്നൊരു ഓഫ്സെറ്റ് എത്ര? 0.6. ഓക്കെ, 0.6 ഓഫ്സെറ്റ് വരച്ചാൽ സൺഷെയ്ഡും നമുക്ക് സൺഷെയ്ഡ് വരുന്ന കേട്ടോ. എന്താ പറ്റില്ലടാ, എന്താ പറ്റി? നമ്മൾ FF കൊടുത്തിട്ട് ഫസ്റ്റ് ഫ്ലോറിന്. ഓക്കെ, എടുത്തു. ഞങ്ങൾ ഇവിടെ അങ്ങ് ഫുള്ളായില്ല, എന്ത് പറ്റി? എന്തോ ഒരു എറർ ഉണ്ടല്ലോ അല്ലെ? ഫില്ലേറ്റ് അടിച്ച് ഫില്ല് ചെയ്യാൻ പറ്റുമോ നോക്കാം നമുക്ക് ജസ്റ്റ്. ഫില്ലായി. ഓക്കെ, സൺഷെയ്ഡ് ഉണ്ട്. ഇവിടെ നമുക്കൊരു ബാൽക്കണി ഉണ്ടാവും, ടെറസ് ഉണ്ട് ഇവിടെ, അതും കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് വരിക. അപ്പൊ ഇതിന്റെ ആണെങ്കിൽ നമുക്ക് ഇത് ഇവിടെ ഡോട്ട് ലൈൻ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ എന്ത് കാണൂല, സൺഷെയ്ഡ് കാണൂല. അപ്പൊ നമ്മൾ ഡോട്ട് ലൈൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്നുള്ളത് കൊണ്ടാണ്. പല ആളും വരച്ച് കഴിഞ്ഞതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ. ഓക്കെ, നമുക്കിത് ഡോട്ടർ ആയിട്ടും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ,
നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ ഇപ്പൊ നേരത്തെ കയറുന്നതിന് മുന്നേ ഡോട്ടർ ലൈൻ കാണുന്നില്ല, വരച്ചിട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു കംപ്ലൈന്റ് ആരായിരുന്നു ഇതിലുണ്ടോ, ജോയിൻ ചെയ്തിട്ടുണ്ടോ ഡോട്ടർ ലൈൻ? അപ്പൊ ഞാൻ സ്കെയിൽ ഫാക്ടർ മാറ്റിയാൽ മതി എന്നുള്ള ഇത് കൊടുത്തു. യെസ്. അപ്പൊ ഇതിൽ ഞാൻ ഇവിടെ ഈ ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുക, ഈ ലൈൻ എടുത്ത് കഴിഞ്ഞാൽ ഡോട്ടർ ലൈൻ ആണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ ഇവിടെ കാണിക്കുമ്പോൾ എന്താണ് സിംഗിൾ ലൈൻ ആയിട്ട് തന്നെ കാണുന്നത്. അതെന്തുകൊണ്ട്? സ്കെയിൽ ഫാക്ടറിന്റെ മാറ്റാണ്. അങ്ങനെ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പോവാ, പ്രോപ്പർട്ടീസിൽ പോവാ, ഇവിടെ സ്കെയിൽ ഫാക്ടർ ലൈൻ ടൈപ്പ് 1 ആണ്. ഈ ഇവിടെ 1 എന്നുള്ള നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ ടൈപ്പ് ഡോട്ടർ ലൈൻ തന്നെയാണ്, പക്ഷെ ലൈൻ ടൈപ്പ് ഇവിടെ 1 ആണ് സ്കെയിൽ ഫാക്ടർ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 1ല് 0.001 എന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് സൂം ചെയ്ത് കണ്ടാണോ ഡോട്ടറായി, മനസ്സിലായോ? ഇവിടെ ഇത് മാറ്റി കൊടുത്താൽ മതി. പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഒന്ന് ചേഞ്ച് കൊടുത്താൽ മതി, അപ്പം ഡോട്ടർ ലൈനൊക്കെ കൃത്യമായിട്ട് കാണണം. ഓക്കെ, ഓക്കെ. ഫസ്റ്റ് ഫ്ലോർ വരച്ചു, ഗ്രൗണ്ട് ഫ്ലോറും വരച്ചു. ഓക്കെ, ഇപ്പൊ ഇതിൽ ഫസ്റ്റ് ഫ്ലോറിൽ എന്താ മിസ്സിംഗ് ഉള്ളത്? നമുക്ക് ഇവിടെ സൺഷെയ്ഡ് ഉണ്ട്, ഇവിടെ ഒരു ബാൽക്കണിയും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് വരക്കാം. ഓക്കെ, ആ ഗ്രൗണ്ട് ഫ്ലോർ ഇവിടെ സ്റ്റെപ്പും കൂടി വരക്കാനുണ്ട് നമുക്ക്. നേരത്തെ ഡ്രോയിങ്ങിൽ ഇവിടെ സ്റ്റെപ്പ് ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ സ്റ്റെപ്പ് ഉണ്ടാവും, ആ ഒരു മാറ്റം ഉണ്ടാവും. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്, ഇവിടെ സ്റ്റെപ്പ് ഇല്ല. അത്രയാണ്, ബാക്കിയുള്ളൊക്കെ സെയിം ആണ് വരുന്നത്. പിന്നെ സ്റ്റെപ്പിന്റെ ഡോട്ടർ ലൈൻസേ മാറ്റം ഉണ്ടാവുള്ളൂ. ഏകദേശം എല്ലാം സെയിം ആണ്. ഓക്കെ, പിന്നെ നമ്മള് ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ മുകളിലത്തെ ബെഡ്റൂമിന് കിച്ചന്റെ മേലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ അവിടെയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പിൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്, നമ്മൾ വരച്ച സമയം കളയുന്നില്ല. ഓക്കെ, ഈ എലവേഷൻ എങ്ങനെ വരക്കാം എന്നുള്ളതാണ്. എലവേഷൻ വരച്ച ആരെങ്കിലും ഉണ്ടോ ഇതിലെ? എലവേഷൻ ഒറ്റയ്ക്ക് വരച്ചു നോക്കിയ ആരെങ്കിലും ഉണ്ടോ? ഹലോ, എലവേഷൻ വരച്ച ആരെങ്കിലും ഉണ്ടോ? സ്ക്രീൻ നെറ്റ് കോപ്പി ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. ഓക്കെ, സ്ക്രീൻ വിസിബിൾ ആണോ? ഓട്ടോകാഡ് ചെറിയ ലാഗ് കാണിക്കുന്നുണ്ട്. കാണുന്നുണ്ടോ? ഓക്കെ, കാണുന്നുണ്ട് വിചാരിക്കുന്നു. ലാഗ് ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ എലിവേഷൻ നമ്മൾ വരക്കുമ്പോൾ നമ്മൾ എങ്ങനെ വരക്കും എന്നാണ്. ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? ഇപ്പൊ എന്റെ പെട്ടത് പ്രശ്നമാണെന്ന് അറിയില്ല, ഇവിടെ ലാഗായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇനി എലിവേഷൻ വരക്കുമ്പോൾ നമുക്ക് എന്താണ് നോക്കേണ്ടത് നോക്കാം. അപ്പൊ ഫ്രണ്ട് വ്യൂലാണ്. അപ്പൊ വീട് ഫ്രണ്ട് നോക്കുമ്പോൾ എന്തൊക്കെ കാണും? ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോർ വെച്ച് നോക്കുകയാണെങ്കിൽ അടി സ്റ്റെപ്പ് ഉണ്ട്, ആ സ്റ്റെപ്പ് നമുക്ക് ഇവിടെ വരച്ചിട്ടുണ്ട്. പിന്നെ ഫൗണ്ടേഷൻ, അപ്പം തറ കാണുമല്ലോ അല്ലെ? പ്ലാനിൽ നമ്മൾ തറ വരച്ചിട്ടില്ല. ഓക്കെ, അപ്പോ ഫ്രണ്ട് നോക്കുമ്പോൾ തറ ഉണ്ടാവും, പിന്നെ സ്റ്റെപ്പ് ഉണ്ടാവും, പിന്നെ ചുമര് കാണും, സൺഷെയ്ഡ് കാണും അല്ലെ? എന്നിട്ട് പിന്നെ മനസ്സിലായല്ലോ കൺസെപ്റ്റ് കിട്ടിയോ? അപ്പൊ കാരണം വീടിന്റെ മുന്നിൽ നമ്മൾ മുൻവശത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെ കാണും, അതാണ് എലിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നമ്മൾ വരച്ചെടുക്കുക എന്നുള്ളതാണ് പ്ലാൻ. നമുക്കത് വരക്കാൻ നമുക്ക് പറ്റണം. ഓക്കെ, മോഡൽ നമുക്ക് എങ്ങനെയാക്കാം? ഇത് നോർമൽ സിമ്പിൾ മോഡലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, അപ്പൊ ഇതിന്റെ കറക്റ്റ് ഡയമെൻഷൻ ആണല്ലോ, പ്ലാനും വീടിന്റെ ലെങ്ത് ഒക്കെ ഈക്വൽ ആകണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു,
ഓരോ ലൈന് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിടാം. ഓക്കെ, ഈ ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ഓരോ കോർണേഴ്സ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് വരച്ചാൽ മതി. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ ഇത് തറൻ്റെതായിരിക്കും. അത് കഴിഞ്ഞിട്ട് വാള് ഉണ്ടാവും. ഓക്കെ, ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യണം ഫ്രണ്ടില്. പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗം വരുമ്പോ ഏതൊക്കെ വരും? ഇവിടെ ജനലല്ലേ, ജനലിന്റെ ഏരിയ ഉണ്ടാവും. അപ്പൊ ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത് മനസ്സിലായി? എക്സ്റ്റൻഷൻ എന്താന്നുള്ള മനസ്സിലായോ? വരക്കാൻ വേണ്ടിയിട്ടുള്ള റെഫറൻസിന് വേണ്ടിയിട്ട് കറക്റ്റ് ഡയമെൻഷനിൽ തന്നെ വിൻഡോസും ഇതൊക്കെ എന്ത് ചെയ്യണം? കറക്റ്റ് പ്ലേസിൽ തന്നെ വരണ്ട. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റ് ലൈൻ ട്രേസ് ചെയ്ത് കൊടുക്കുകയാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമുക്കിവിടെ ഇതുണ്ടാവും. ഇവിടെ ഈ ഫ്രണ്ട് നോക്കുമ്പോൾ എന്തൊക്കെ കാണും? ഈ വിൻഡോ കാണും, ഈ ചുമര് കാണും, ഈ ചുമര് കാണും. ഓക്കെ, ഈ വിൻഡോ ഒക്കെ കാണൂലേ? കാണോ? കാണും. അപ്പൊ കാണുന്നോണ്ട് നമുക്ക് കാണുന്ന ഭാഗങ്ങളൊക്കെ ട്രേസ് ചെയ്ത് വിസിബിൾ അല്ല. കാണുന്നില്ല. ഓട്ടോകാഡ് കാണുന്നില്ല ഞാൻ വരയ്ക്കുന്നേ? ഹലോ, ഇപ്പൊ കാണാം. ഞാന് ഓക്കെ, ചെറിയ ലാഗ് ഉണ്ട്. ഓക്കെ, ഈ ട്രേസ് ചെയ്യുന്ന എന്താന്ന് മനസ്സിലായോ? മനസ്സിലാകത്തില്ലെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, പറഞ്ഞോളൂ. നമുക്ക് കറക്റ്റ് ഡയമെൻഷനിൽ വരക്കാൻ വേണ്ടിയിട്ട്, അതായത് പ്ലാനിന്റെ നേരെ നമുക്ക് എലവേഷൻ വരക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കാണുന്ന പാർട്ടൊക്കെ എന്താണ്? ട്രേസ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ലാസ്റ്റ് നമുക്ക് ഈ പാർട്ടും കൂടി ഉണ്ടാവും. ഓക്കെ, ട്രേസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ വരച്ചു. ഇനി നമ്മൾ ജസ്റ്റ് ലൈൻ എടുക്കുന്നു, ഇങ്ങനെ ഒരു ഒറ്റ കട്ട്. ഓക്കെ, അങ്ങനെ എല്ലാ പാർട്ടും നമുക്ക് ട്രേസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, യെസ്. സ്ക്രീൻ കാണുന്നുണ്ടോ? പോയാ സ്ക്രീൻ? സ്ക്രീൻ പോയി എന്നുണ്ടല്ലേ? ലാപ്പിലെ നെറ്റ്വർക്ക് ചെറിയ ഇഷ്യൂ ഉണ്ട്. ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. 1 മിനിറ്റ്. സ്ക്രീൻ വിസിബിൾ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇതെല്ലാം ട്രേസ് ചെയ്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ, ഒരു സിംഗിൾ ലൈൻ വരച്ചു. ഈ ലൈനിന്റെ താഴോട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയാണ് നമ്മളെ ഇവിടുന്ന് ഇങ്ങോട്ട് വാള് പൊങ്ങും. ഓക്കെ, ഇവിടെ നിന്നിട്ട് തറന്റെ ഹൈറ്റ് എത്രയാണ്? 45 സെന്റിമീറ്റർ ആണ് നമ്മൾ തറന്റെ ഹൈറ്റ് ആയിട്ട്, അല്ലെങ്കിൽ 60 സെന്റിമീറ്റർ ആയിട്ടും കൊടുക്കാം. 60 സെന്റിമീറ്റർ ആണ് തറന്റെ ഹൈറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാറ്. ഓക്കെ, നമ്മൾ കൊടുത്തിട്ടുള്ളത് യെസ്, അപ്രോക്സിമേറ്റ്ലി 60 അല്ലെ 45 ആണ് തറ ഫൗണ്ടേഷൻ നമ്മൾ. ഓക്കെ, ഓക്കെ, അപ്പൊ തറന്റെ ഹൈറ്റ് അപ്പം ഇത് നമ്മളിങ്ങനെ വരക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യാം? 45-ല് താഴോട്ട് എന്ത് ചെയ്യാം? നമുക്ക് 0.45 ഇങ്ങനെ കട്ട് ചെയ്തു. കട്ടിങ് ഒക്കെ എന്താ മനസ്സിലാവുണ്ടോ? ഇതാണ് തറ. ഓക്കെ, തറ വരച്ചു. തറന്റെ ഇവിടുന്ന് അങ്ങോട്ട് ചുമര് അല്ലെ? ചുമരാണ് ഉണ്ടാകുക. അപ്പൊ ഈ ലൈനിന്റെ ആവശ്യമുണ്ട് നമുക്ക്. ഇനി TR അടിച്ചു. നമുക്ക് ഇതങ്ങ് ജസ്റ്റ് ട്രിം ചെയ്ത് കളയാം. ഇത് വേണമെങ്കിൽ ട്രിം ചെയ്ത് കളയാം. ഓക്കെ, വേണമെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യാം? ട്രിം ചെയ്ത് കളയാൻ ഓരോന്നങ്ങ് ഡിലീറ്റ് ചെയ്താലും മതി. അതിന്റെ മുന്നേ TR അടിച്ചിട്ട് എന്ത് ചെയ്യാ? ഇവിടെ ഇതങ്ങ് ട്രിം ചെയ്ത് കളഞ്ഞു. ഓക്കെ, പുറത്തോട്ട് ഇത് വേണമെങ്കിൽ
ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ നമ്മൾ എന്ത് ചെയ്തു, സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുത്തു. ഓക്കെ. ഡബിൾ എൻ്റർ അടിച്ചു. ഇത് മനസ്സിലായോ മക്കളെ? ഇത് മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ഇതാണ് ഇവിടുന്നാണ് ചുമര്, തെറിന് പുറത്തേക്ക് ഇത് തള്ളി നിൽക്കും. ഓക്കെ. യെസ്. ഇത് നമുക്ക് കളയാം. ഓക്കെ. വാള് വരെ നമുക്ക് സെറ്റായി കിട്ടി. ഇവിടെ നമുക്ക് സ്റ്റെപ്പ് വരും. ഓക്കെ. ഇവിടെ 2 ജനലിന്റെ ഏരിയ ആണ്. ഇവിടെ നമുക്ക് സ്റ്റെപ്പ് വരും ഇതിന്റെ ഇടയിൽ. ഓക്കെ. ഓക്കെ. അപ്പൊ അപ്പൊ തറ അയിഞ്ഞ് വാള് ചുമന്റെ ഹൈറ്റ് എത്ര വരും? ഒരു സ്റ്റാൻഡേർഡ് വീടിന്റെ ഹൈറ്റ്, ചുമന്റെ ഹൈറ്റ് എത്ര വരിക അറിയോ? ആർക്കെങ്കിലും അറിയോ ചുമന്റെ ഹൈറ്റ് എത്ര വരും? 3 മീറ്റർ. എത്ര? 3 മീറ്റർ. യെസ്, 3. വെരി ഗുഡ്. ഓക്കെ. ലിൻഡൽ വരെയുള്ള ഹൈറ്റ് എത്ര വരിക? അതായത് ലിൻഡൽ പറഞ്ഞാൽ ജനൽ കഴിഞ്ഞിട്ട് നമ്മളൊരു ലിൻഡൽ വാർക്കും, ഒരു കോൺക്രീറ്റ് വാർക്കും ഇല്ല അല്ലെ, ലിൻഡൽ എന്ന് പറയാം. അതുവരെ എത്ര ഹൈറ്റ് വരും? 2.1. യെസ്, 2.1 മീറ്റർ. ഓക്കെ. അപ്പൊ നമുക്ക് 2.1 മീറ്റർ ലിൻഡൽ വരും. അവിടുന്നാണ് സൺഷെയ്ഡ് നമ്മൾ വാക്കുക. അപ്പൊ അതും നമുക്ക് കാണിക്കേണ്ടതുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ലൈൻ കമന്റ് എടുത്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ജസ്റ്റ് 2.1 മീറ്ററിൽ ഒരു ലൈൻ വരച്ചു. ഓക്കെ. അപ്പൊ ഇവിടെ 2.1 മീറ്ററിൽ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് ലിൻഡൽ വാർക്കാം. ലിൻഡൽ കാണൂല, ലിൻഡലിൽ നിന്നാണ് നമ്മൾ സൺഷെയ്ഡ് വാക്കുക. അത് അവിടെ സൺഷെയ്ഡ് മാർക്ക് ചെയ്യേണ്ടത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്. ഓക്കെ. ഇതെങ്ങനെ കട്ട് ചെയ്തു ബാക്കി. അപ്പൊ നമ്മള് ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ലിൻഡൽ വരെ ഹൈറ്റ് എത്തി. ഓക്കെ. 2.1 വരെ ലിൻഡൽ ഹൈറ്റ് എത്തി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ടോട്ടൽ ബാക്കി എത്ര ഉണ്ടാവും? 2.1ക്ക് ബാക്കി 90 സെന്റിമീറ്റർ അല്ലേ? 0.9 നമ്മൾ എന്ത് ചെയ്തു, ടെറസ് എത്തി. ഓക്കെ. ഇങ്ങനെ കട്ട് ചെയ്തു. ഓക്കെ. ഇവിടെ എന്തിനാ ഈ മാർക്ക് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൺഷെയ്ഡ് മാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പൊ 3 മീറ്റർ ഹൈറ്റിൽ നമ്മള് 3 മീറ്റർ ഹൈറ്റിലെത്തി. ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ. ടെറസിന്റെ തിക്നെസ് എത്ര വരിക? ആരാ പറയാ? ടെറസിന്റെ തിക്നെസ് എത്ര വരും? ഒരു 15 സെന്റിമീറ്റർ ആണ് നമ്മൾ ടെറസിന്റെ ഒക്കെ കോൺക്രീറ്റ് അല്ലെ, കോൺക്രീറ്റ് ചെയ്യുന്ന തിക്നെസ് 15 സെന്റിമീറ്റർ കൊടുത്തു. ലിൻഡിൽ എത്ര? ലിൻഡിലും ഒരു 15 ഒക്കെ തന്നെ എടുക്കുക. ഓക്കെ. ലിൻഡലിന്റെ തിക്നെസ് എടുക്കുക. സൺഷെയ്ഡിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ലിൻഡൽ ഇവിടെയാണ് വരും കേട്ടോ. ഇവിടുന്ന് താഴോട്ട് നമുക്ക് സൺഷെയ്ഡ് വെക്കാം. സൺഷെയ്ഡിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഒരു 6 സെന്റിമീറ്റർ എടുത്താൽ മതി. 0.06. ഓക്കെ. ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ സൺഷെയ്ഡിനുള്ള ഒരു ഇത് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ ലിൻഡലിന്റെ ഇതങ്ങനെ ഒഴിവാക്കാം. ഓക്കെ. ഇവിടെ സൺഷെയ്ഡിന്റെ തിക്നെസ് ഉണ്ടാവും. സൺഷെയ്ഡ് 60 കാണിക്കുക. ഓക്കെ. അതുകൊണ്ടാണ് കാണിച്ചത്. അപ്പം ഈ പുറത്തോട്ടുള്ള എക്സ്റ്റൻഷൻ ഒരു 10 സെന്റിമീറ്റർ പുറത്തോട്ട് നമുക്ക് തള്ളി ഇടാം. ഓക്കെ. 10 എന്നിട്ട് 10.1 അല്ലേ, 0.1 നമ്മൾ വരച്ചിട്ട് കട്ട് ചെയ്തു. ഓക്കെ. മനസ്സിലാവണ്ട വരക്കുന്നത്? കട്ട് ചെയ്തു. ഓക്കെ. ബാക്കിയുള്ള നമുക്ക് ഡബിൾ എൻ്റർ അടിച്ചു. ഷിഫ്റ്റ് അമർത്തി. ഓക്കെ. ട്രിം ചെയ്യുക. ഷിഫ്റ്റും ട്രിമും ഒരുമിച്ച് ചെയ്ത് എക്സ്റ്റെൻഡും ട്രിമും ഒക്കെ ചെയ്യട്ടോ. അപ്പൊ എന്തായി? ഫസ്റ്റ് ഫ്ലോറിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നുള്ള
ഏകദേശം ഒരു ഇത് മനസ്സിലാവുണ്ടോന്ന് പറയണെങ്കിൽ കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റെപ്പ് വേണം. സ്റ്റെപ്പ് നമുക്ക് സ്റ്റെപ്പിന്റെ ഹൈറ്റ് എത്ര അപ്പോൾ 1.5 എടുക്കാം. ഇതിലൂടെ നമ്മൾ സ്റ്റെപ്പ് വരച്ചു. ഓക്കെ, 3 സ്റ്റെപ്പിന്റെ ഇതുണ്ടാവും. ഓക്കെ, 0.15 എടുത്തു. ഓക്കെ, 9 കളഞ്ഞു. ഓക്കെ, ഇവിടെ സ്റ്റെപ്പ് ഉണ്ടാവും. സ്റ്റെപ്പിന്റെ ഇവിടുന്ന് എന്തുണ്ടാവും? സ്റ്റെപ്പ് വരെ ഒരു ഡോർ ഉണ്ടാവും അല്ലെ? ഡോറിന്റെ ഹൈറ്റ് എത്ര വരുന്നത്? ഡോർ നമുക്ക് ലിൻഡൽ വരെയാണ് ഡോറിന്റെ ഹൈറ്റ് വരിക അല്ലെ? 2.1 ആ വരാം. ഓക്കെ, 2.1 ഓക്കെ, ഡബിൾ എൻ്റർ അടിക്കുന്നു. ഷിഫ്റ്റ് അമർത്തിയിട്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചാൽ എക്സ്റ്റെൻഡ് ആവും. ഓക്കെ, വീതം കൂടെ അതാണ് ഡോർ. ഓക്കെ, ഡോറിന് നമുക്ക് ഇവിടെ ജനൽ ഉണ്ടാവും. ഗ്രൗണ്ട് ഫ്ലോറിന് എത്ര കഴിഞ്ഞിട്ടാണ് ജനൽ നമ്മൾ വെക്കുക അറിയാം? ഹലോ, ജനലിന്റെ ഹൈറ്റ് ഒരു 45 വരും, അല്ലെങ്കിൽ 45 സെന്റിമീറ്റർ കേട്ടോ. സിൽ ലെവൽ എന്ന് പറയും. അതായത് ഇവിടെ ഉണ്ടാവും. നമ്മൾ വെക്കുമ്പോൾ തറ കഴിഞ്ഞിട്ട് ഫ്ലോർ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ജനൽ വെക്കുക ഒരു എത്ര ഡിസ്റ്റൻസിലാണെന്നുള്ളതാണ് ചോദ്യം. ഒരു 45 അല്ലെങ്കിൽ 60, മാക്സിമം 60 അല്ലെങ്കിൽ 45 സെന്റിമീറ്റർ കഴിഞ്ഞിട്ടാണ് ജനൽ വെക്കുക. അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് വരക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ജനൽ ഉണ്ടാകുക ഒരു എല്ലാം കൊടുത്തു. ഇവിടുന്ന് ലൈറ്റ്. ഓക്കെ, ഒരു 0.45 കൊടുത്തു. ഇവിടുന്നാണ് ഈ ഹൈറ്റിൽ നിന്നാണ് ജനൽ നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യാം, ഇവിടുന്ന് അങ്ങോട്ടാണ് ജനൽ വെക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്തിട്ടാ നമുക്ക് കറക്റ്റ് വരക്കാലോ. ഓക്കെ, അപ്പൊ ജനൽ വേണം. ജനലിന്റെ ഹൈറ്റ് ലിൻഡിൽ വരെയാണ് ഉണ്ടാകുക അല്ലെ? ലിൻഡിൽ ലിൻഡിലൂടെ നമ്മള് വെറുതെ നേരത്തെ ഓക്കെ ഓക്കെ ഇതുവരെയാണ് ലിൻഡിലുമ ടച്ച് ചെയ്ത് കേട്ടോ. ഇതുവരെയാണ് ജനലിന്റെ ഹൈറ്റും വരിക. ഓക്കെ, റെക്ടാങ്കിൾ എടുക്കുക. REC എൻ്റർ അടിക്കുക. എന്ത് ചെയ്യാം, നമുക്ക് നല്ല എന്താ ലൈൻ എടുത്ത് വരക്കണം തന്നെ അല്ലേ? ഓക്കെ, എടുത്ത് എക്സ്റ്റെൻഡ് ചെയ്താൽ എന്തുകൊണ്ട് അങ്ങനെ വളഞ്ഞു കുളിഞ്ഞു പോകണമെന്ന് അറിയോ? അത് നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ സ്നാപ്പ് ഓൺ ആക്കിയിട്ടാണ്, അത് ഓഫ് ആക്കിയിട്ടാ മതി കേട്ടോ. ഇത് ഓക്കെ, എടുത്തു. ഡബിൾ എൻ്റർ അടിക്കുന്നു. ഷിഫ്റ്റ് അമർത്തി പിടിച്ചാൽ നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, അങ്ങനെ പോയിട്ട് ഇവിടെ ജനൽ വരുന്നുണ്ട് അല്ലേ? നമുക്ക് ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇതിനിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതിനിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ജനലിന്റെ ഏരിയാസ് ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ഓക്കെ, അപ്പൊ ജനല് നമുക്ക് ട്രിം തന്നെ ചെയ്തിട്ട് കളയാം ബാക്കിയുള്ളതൊക്കെ. ഓക്കെ,
ഡോറിന്റെ ഹൈറ്റിന് എന്തായി? ഓക്കെ, ഇത് ജനലാണ്. ഇത് നമ്മളെ ജനൽ. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ടാണ് ജനലാണ് ചെയ്യുക. ഈ ലൈനിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അത് സോറി, ഇത് ലിൻഡലിൻ്റെതായിരുന്നു അല്ലേ? Yes. ഇവിടെ ലിൻഡലുണ്ട് ജനലായിട്ട്. അവിടെ ലിൻഡലുണ്ട്. ആ ലിൻഡലാണ് നമ്മൾ എന്നിട്ട് സൺഷെയ്ഡ് ആണ് ഫ്രണ്ട് നോക്കുമ്പോൾ കാണാം. ഓക്കെ, ലിൻഡലിൽ അതിൽ സൺഷെയ്ഡ് ഉണ്ടാവും. സൺഷെയ്ഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണിക്കാം. ഓക്കെ, ശരിക്ക് സൺഷെയ്ഡ് എന്ന് പറയുമ്പോൾ എല്ലെടുത്തുന്നു. ഓക്കെ, മുകളിൽ നമുക്ക് പുറത്തോട്ട് 60 സെന്റിമീറ്റർ കേട്ടോ, 1 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സൺഷെയ്ഡ് വെക്കാം. ഓക്കെ, സൺഷെയ്ഡിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ് തിക്നെസ് വരിക. ഓക്കെ, ആ രീതിയിൽ നമുക്ക് എന്താ സൺഷെയ്ഡ് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ വരക്കുന്നത്? മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ആ പൊളിച്ച് കണ്ട ചോദിക്കാം, എന്തായി വരക്കണത്, വേറെ വരക്ക എന്തോ വരക്കണതെന്ന് നടക്കണ്ട. ഇങ്ങനെയൊക്കെയാണ് ഡ്രോയിങ് ഉണ്ടാകുക. Yes. ഓക്കെ, ജനലായി. യെസ്, ഇതായി. ഇവിടെ ഈ ലൈനൊന്നും കാണൂല. നോക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്തു പോകും അല്ലേ? ടിൻഡലിന്റെ ലൈൻ കട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വീട് ഉണ്ടാവുക ഫ്രണ്ട് നോക്കുമ്പോൾ. ഓക്കെ, ഇനി വേണമെങ്കിൽ ജനലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം നമുക്ക്. ഒരു ഓഫ്സെറ്റ് ഒക്കെ എടുത്ത് നമുക്ക് ഭംഗിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാവും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിനൊറ്റൊരു റെക്റ്റാങ്കിൾ ആക്കി മാറ്റാൻ എന്താ ഷോർട്ട് കട്ട്? BO എൻട്രി അടിച്ചാൽ മതി. പിക് പോയിന്റ് സെലക്ട് ചെയ്യല്ലേ? ക്ലോസർ ഫിഗർ ആണെങ്കിൽ യെസ്, ആയി. എന്തിനാ നമ്മൾ അങ്ങനെ ആക്കി? ഇതിന് ഓഫ്സെറ്റ് ക്ലിയർ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് നമുക്കൊരു 100 അടിച്ചു കൊണ്ട് നമ്മൾ പോയിന്റ് കൊടുത്ത് അടിച്ചു. ഇത് നമ്മൾ സെലക്ട് ചെയ്തതിനൊക്കെ ഒരു റെക്റ്റാങ്കിൾ ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ. എന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ ഒരു സാധനം ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇതിനൊക്കെ ഒരു ജനലാണെന്ന് തോന്നിപ്പിക്കേണ്ട നമുക്ക്, കട്ടിലൊക്കെ വേണ്ടേ. അപ്പോൾ ഒരു ഓഫ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് ഓഫ്സെറ്റ് എടുക്കാൻ സിമ്പിൾ. ഒരു തിക്നെസ് 0.1 10 സെന്റിമീറ്ററോ ഇതിൽ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെടുത്തു. ഇതിനാണ് നമ്മൾ റെക്റ്റാങ്കിൾ ആക്കി മാറ്റിയത്. ഓക്കെ, ജനലിന്റെ ഉള്ളോട്ട് അങ്ങനെ ആകുമ്പോൾ ഒരു ഭംഗിയുണ്ട് അല്ലേ? ഇതിന് നമ്മളൊരു ബൗണ്ടറി കൊടുക്കുകയാണ്. കട്ടിൽ വേണം. അപ്പോൾ പോയിന്റ് കൊണ്ട് കൊടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കൊടുത്താൽ ഇത് ഇങ്ങോട്ട് ഡെക്കറേറ്റ് ചെയ്യാം, ജനലാക്കാം, ഇതൊക്കെ ആക്കാം. അപ്പോൾ
ഒന്നുകൂടി ഭംഗിയാവും. അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ് ചെയ്തു നമ്മൾ. 1 മിനിറ്റ് ഒരു കോൾ വരുന്നുണ്ട്. യെസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തല്ലേ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഹാച്ച് ചെയ്ത് നോക്കാം അല്ലെ. യെസ്, വീടല്ലേ, വീടിനൊന്ന് കളറിങ്ങും പാച്ചിങ്ങും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. യെസ്, നമ്മള് തറക്ക് എന്ത് ഷെയ്ഡാണ് കൊടുക്കുക? നമ്മള് വെട്ടുകല്ലുകൊണ്ടാണ് വീട് നിർമ്മിച്ചത് തറ അല്ലെ. ഇവിടൊക്കെ കേരളത്തിലൊക്കെ വെട്ടുകല്ലുകൊണ്ടാണ് തറ നിർമ്മിക്കുക. ഓക്കെ, വാളൊക്കെ ലാട്രിക്സ് ഉണ്ടാവും. അപ്പൊ അതിന് പറ്റിയ ഗ്രേഡ് ഗ്രേവൽ ഉണ്ട്. ഗ്രാവൽ ഹാച്ച് എടുത്ത് നമ്മൾ ഇവിടെ കൊടുത്തു. ഓക്കെ, ഇവിടെ കൊടുത്തു. ഇതിന്റെ സ്കെയിൽ ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ടാണ് ഇത് വരാത്തത്. ഓക്കെ, യെസ്, സ്കെയിൽ ഒന്ന് മാറ്റി കൊടുക്കാം നമുക്ക്. ലൈനിന്റെ പ്രോപ്പർട്ടിയിൽ പോയിട്ട് ഇവിടെ ആംഗിൾ കണ്ടോ, അവിടെ 1 കാണിക്കുന്നത് 0.01 കൊടുത്തു കഴിഞ്ഞാല് നോക്കാം. ആ, യെസ്, ഗ്രേവൽ ആയിക്കോട്ടെ. 0.01 വേണ്ട, ഒന്നുകൂടി 0.1 കൊടുത്തു നോക്കാം. ഓക്കെ, വേണ്ട. അപ്പൊ എത്ര കൊടുക്കുക? 0.0 കുറച്ച് കൂടുതലല്ലേ. 0.03 വേണ്ട. തൽക്കാലം അവിടെ കിടക്കട്ടെ. ഓക്കെ, അപ്പൊ തറായി, തറക്ക് ഹാച്ച് ചെയ്തു. ഇനി വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഓക്കെ ചുമരിന് വേണമെങ്കിൽ ബ്രിക്കിന്റെ പാറ്റേൺ കൊടുക്കാം, അല്ലെങ്കിൽ പെയിന്റിന്റെ കളർ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ബ്രിക്കിന്റെ കൊടുക്കാണ്. അപ്പൊ ഇതിന്റെ സ്കെയിലൊക്കെ മാറ്റാണ്ട്, എല്ലാത്തിന്റെ മാറി കിടക്കാണ്. സ്കെയിൽ എങ്ങനെ മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ, ആംഗിൾ ഇവിടെ 1 ആണ്. 0.05 കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ കൊടുത്തു. ഓക്കെ, ബ്രിക്കിന്റെ പാറ്റേൺ കൊടുത്ത ചുമരിന്. അപ്പൊ ഒരു ഏകദേശം ധാരണ കിട്ടിയില്ലേ രണ്ടാമെന്നുള്ള. യെസ്, അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്ത് വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ നമ്മൾ ഇങ്ങനെ വരച്ചു. അപ്പൊ ഇത് ഇഷ്ടമായോ? ഇങ്ങനെ ഫസ്റ്റ് ഫ്ലോർ ഇങ്ങനെയാണ് വരക്കല്. ഓക്കെ, സെറ്റ് അല്ലേ. ഇനി ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ആയി. ഇനി ഫസ്റ്റ് ഫ്ലോർ നേരെ ഇതിന്റെ മുകളിൽ എടുത്ത് വരച്ചാൽ മതി. അതുപോലെ ഇവിടെ നമുക്ക് എന്തുണ്ട്, നമുക്ക് ഇതിന്റെ ഡ്രോയിങ്ങിലോട്ട് വരുമ്പോ വേറെ ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് സാധനം കാണിച്ചു തരാം. കണ്ട, ഇത് ഇങ്ങനെ വരച്ചു, സൺഷെയ്ഡ് ആയി, ഇതൊക്കെ വരച്ചു. എന്താ ഇവിടെ ഒരു ബാൽക്കണി അല്ലേ വീടിന്റെ. ഇതിന്റെ നേരെ എലവേഷൻ എടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ എന്തുണ്ട്, നമ്മൾ ഈ പ്ലാനിൽ എന്തുണ്ടായിരുന്നു, ഇങ്ങനെ ഈ സാധനം കണ്ടല്ലേ. അതായത് സിറ്റ് ഔട്ട്, മുകളിലത്തെ സിറ്റ് ഔട്ട് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഇവിടെ എലവേഷനിലോട്ട് വന്നപ്പോൾ അവിടെ ഡോറിന്റെ മുകളിൽ ഒരു ബാൽക്കണി ആയിട്ട് നമുക്ക് ബാൽക്കണി നമ്മൾ കൊടുത്തിട്ടുണ്ട്. യെസ്, ഡോറ് സൺഷെയ്ഡ്. ഇതൊന്ന് പാരാപെറ്റ് ആണ് കേട്ടോ. അത് വരിക പാരാപെറ്റ്, മുകളിൽ ടെറസിന്റെ മുകളിലുള്ള ഏരിയക്ക് നമുക്ക് ഒഴിഞ്ഞു കിടക്കുന്ന പാരാപെറ്റ്, ഒരു 1 മീറ്ററിലൊക്കെ പാരാപെറ്റ് നമുക്ക് കൊടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് എലവേഷൻ വരയ്ക്കുക. ഇതെങ്ങനെ വരക്കേണ്ടതെന്നൊരു കൺസെപ്റ്റ് കിട്ടിയ അതിന് നേരെ നമ്മൾ എന്ത് ചെയ്തു, എലവേഷൻ വരച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എലവേഷൻ. വേണമെങ്കിൽ ഒന്ന് ഫോട്ടോ എടുത്തോളൂ, ഒന്ന് ഗ്രൂപ്പിൽ ഇട്ടാണ് എലവേഷൻ വരക്കാൻ താല്പര്യമുള്ളവർക്ക് വരക്കാം. ഓക്കെ, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യുക എലവേഷൻ. ഓക്കെ, ഒരാൾ ഷെയർ ചെയ്യാം. ഓക്കെ, ഡയമെൻഷൻ വേണമെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്തുതരാം. ഓരോന്ന് എത്ര ഹൈറ്റ് വരുന്നു. ഓക്കെ, ഇവിടുന്ന് നമ്മളിങ്ങനെ പോയിട്ട് പറ്റാണെങ്കിൽ ലൈറ്റ് എത്ര വരും, 2.1 ആണ് വരിക. ഓക്കെ, ഇനി
ഇത് നമ്മൾ കൊടുത്തിട്ടുള്ള അതായത് സൺഷെയ്ഡിൻ്റെത് 10 സെന്റിമീറ്റർ ആണ് തിക്നെസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി തറന്റെ ഡയമെൻഷൻ വരികയാണെങ്കിൽ തറ 45 ആയിരിക്കും എടുക്കുക. സോറി, ഇത് ഹാഫ് മീറ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. 45 സ്റ്റാൻഡേർഡ്. ഓക്കെ, കൊടുക്കേണ്ടത് ഹാഫ് മീറ്റർ ആണ്. ഇങ്ങനെ 45 ടു അര മീറ്റർ ഒക്കെ നമുക്ക് തറന്റെ ഹൈറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് വരിക. ടോട്ടൽ മീറ്റർ വാളിന്റെ ടോട്ടൽ ഹൈറ്റ് 3 മീറ്റർ ആണ് ചുമരിന്റെ ഇത് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ് ഈ പോയിന്റ് മൊത്തം കൂട്ടണമെങ്കിൽ 3 മീറ്റർ ഉണ്ടാവും. 3.1 ഉണ്ട്, ഇതിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. ഓക്കെ, ഇനി വരക്കാം. ഓക്കെ, ക്ലിയർ ആണോ? എലിവേഷൻ എന്താന്നുള്ളത് ഇതിനൊക്കെ പല കളറും പാറ്റേൺസ് ഒക്കെ കൊടുക്കട്ടെ. നിങ്ങളുടെ ഇഷ്ടത്തിന് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ, എലിവേഷൻ എങ്ങനെയാണ് വരക്കുക? കൺസെപ്റ്റ് ക്ലിയർ ആണ് എല്ലാവർക്കും? ഇപ്പൊ 28 പേരുണ്ട് വരെ. എലിവേഷൻ എന്താണ്, പ്ലാനിൽ എങ്ങനെയാണ് എലിവേഷൻ വരക്കുക എന്നുള്ളത് ക്ലിയർ ആണ്. ഇതാണ് പ്ലാന്. അതിന്റെ നേരെ ഇപ്പൊ ഇവിടെ വിൻഡോ വന്നപ്പോ ഇവിടെ തന്നെ വിൻഡോ വന്നു. ഓക്കെ, വിൻഡോ ഒക്കെ ഒരേ ഡിസ്റ്റൻസും ഒരേ മെഷർമെന്റും ആണ്. അതിനാണ് നമ്മൾ ഇങ്ങനെ തന്നെ വരച്ചത്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ഡിസ്റ്റൻസിലാണ് വിൻഡോ ഉള്ളത്, ഡിസ്റ്റൻസിൽ ഇവിടെ വിൻഡോ കാണിക്കണം. അപ്പോഴല്ലേ കറക്റ്റ് ആവുള്ളൂ. അതിനാണ് നമ്മൾ ഇവിടുന്ന് ട്രേസ് ചെയ്തിട്ട് നമ്മൾ വരച്ചത്. ഓക്കെ, ഇവിടെ ഡോർ വിൻഡോ ആകുമ്പോൾ ഈ വിൻഡോ തന്നെ ഇവിടെ വേണം. ഈ ഡോർ ആകുമ്പോൾ ഈ ഗ്യാപ്പ് തന്നെ ഇവിടെ ഈ ഗ്യാപ്പ് വേണം. ഡിസ്റ്റൻസ് മെഷർമെന്റ് ഒക്കെ കറക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ എഞ്ചിനീയേഴ്സ് ആകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ എലിവേഷൻ എന്താണല്ലോ? ഓക്കെ, ഇനി അടുത്തതാണ് നമ്മള് സെക്ഷൻ എന്ന് പറയുന്നത്. അതായത് സെക്ഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും വെർട്ടിക്കലി നമ്മൾ കട്ട് ചെയ്യും. ഫ്രണ്ട് ഇങ്ങനെ കാണുന്നു, നമ്മൾ ഇങ്ങനെ വെർട്ടിക്കലി കട്ട് ചെയ്ത് കഴിഞ്ഞാല് അല്ലെ, അതായത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്നു. മുകളിൽ നിന്ന് ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാല്, അതായത് ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാല് എന്നിട്ട് ഇവിടുന്ന് നോക്കുകയാണ് നമ്മൾ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് സെക്ഷൻ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ കാണും? ഭൂമിന്റെ താഴോട്ട് തറ കണ്ടോ, ഇത് പുറത്തോട്ട് കാണുന്ന ഭാഗം തറ ഇതേതായാലും ഉണ്ടാവും. ഇതിന്റെ താഴോട്ട് എന്തുണ്ടാവും? ഫൗണ്ടേഷൻ ഉണ്ടാവും. ഓക്കെ, ഫൗണ്ടേഷൻ ഉണ്ടാവും. ഫൗണ്ടേഷന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 0.6 മീറ്ററിലാണ് ഹൈറ്റ്. തറ നമ്മൾ 45 കയറിയിട്ടുള്ളത്. ഓക്കെ, ഭൂമിന്റെ അടി തറന്റെ താഴോട്ട് നമ്മൾ ഫൗണ്ടേഷൻ ഉണ്ടാവും, പിന്നെ തറ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തറ കെട്ടിയതിനു ശേഷം ചുമര് വെക്കും അല്ലെ, ഫ്ലോർ ഉണ്ടാവും, ടൈലിടുന്ന ഭാഗം ഉണ്ടാവും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതുണ്ടാവും. ഓക്കെ, ഇവിടെ എന്ത് ചുമരാണ്? ബ്രിക്കാണ് ഉണ്ടാകുക. ചുമരുണ്ടാവും. ഇവിടെ ഈ ക്രോസ് സെക്ഷൻ കാണുന്നത് ലിൻഡലാണ്. ലിൻഡൽ കാണാൻ പറ്റും. ലിൻഡലിന് ടോട്ടൽ 3 മീറ്ററിൽ നമുക്ക് എന്താണ് ടെറസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ലിൻഡലിന്റെ കോൺക്രീറ്റ് ആണല്ലോ, അപ്പൊ കോൺക്രീറ്റിന്റെ ഹാച്ച് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ ഹാച്ച് മാർക്ക് ചെയ്തിട്ടില്ല, ഹാച്ച് സെന്റർ അടിക്കുന്നു. ഹാച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺക്രീറ്റിന്റെ കോൺക്രീറ്റ് ഉണ്ട്. ഇവിടെ നമ്മള് കോൺക്രീറ്റിന്റെ ഹാച്ച് നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ചെയ്ത് വന്നിട്ടില്ലല്ലോ, ഇടാൻ പറ്റി. ഇതൊക്കെ ഒരു ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ കോൺക്രീറ്റിന്റെ ഹാച്ച് കൊടുക്കാം. പിന്നെ ഫ്രണ്ടിൽ നിന്ന് ക്രോസ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് എന്തുണ്ടാവും? ഇവിടെ നമുക്ക് സൺഷെയ്ഡ് കാണും അല്ലെ, അതിന്റെ മേലെ. അങ്ങനെ അപ്പൊ സെക്ഷൻ എന്താന്നുള്ളതൊക്കെ മനസ്സിലായോ? ഓക്കെ, നമ്മൾ കട്ട് ചെയ്യുന്ന പാർട്ട് ചെയ്താൽ നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ പാർട്ട് ഇവിടെ നോക്കുമ്പോൾ കാണുന്നതാണ്. ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ ചുമര് കാണും, ഈ ചുമര് കാണും. പിന്നെ ഇവിടെ സ്റ്റെയർ കേസിനെ പകുതിയായിട്ട് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ സ്റ്റെയർ കേസ് പകുതിയായി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടോ ഇങ്ങനെ കാണും, ഇത്രയും കാണും. ഓക്കെ, കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പാർട്ടാണ് കാണുന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെ
നോക്കി കാണിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ ത്രെഡും ഒരു ഹൈറ്റ് 15 സെന്റിമീറ്ററിൽ അതിന്റെ സ്റ്റെപ്പിന്റെ ഓരോ തിക്നെസ്സും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അങ്ങനെ കാണും. ഓക്കെ. അപ്പൊ അതാണ് സെക്ഷൻ എന്ന് പറയുന്നത്. നമുക്കൊന്ന് ടെക്സ്റ്റ് ചെയ്യാം. സെക്ഷൻ വ്യൂ, സെക്ഷൻ എ ഡാഷ് എന്നാണ് കൊടുക്കുക. ഓക്കെ. സെക്ഷൻ കൊടുക്കുക. അതൊന്ന് സ്കെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വലുതാക്കാം മൊത്തത്തില്. എത്ര ടോട്ടൽ സെക്ഷൻ എ. ഓക്കെ. സെക്ഷൻ വ്യൂ ആണ്, എലവേഷൻ ആണ്. ഓക്കെ. ക്ലിയർ ആണോ സെക്ഷൻ? സെക്ഷന്റെ ഒരു ഇതും ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടോളൂ. ഇതിനെ ഞാൻ ഒന്നും കൂടി ഡയമെൻഷൻ ചെയ്ത് തരാം. പാരാപെറ്റിന്റെ ഹൈറ്റും കറക്റ്റ് മാർക്ക് ചെയ്ത് തരാം. ഓക്കെ. 1 മീറ്ററിലാണ് പാരാപെറ്റുള്ളത് കേട്ടോ. പാരാപെറ്റിന്റെ ഹൈറ്റ് ഇനി ഏതായാലും ഇത് അറിയാൻ ബാക്കിയുണ്ടോ? ഇവിടെ ലിൻഡലിന്റെ ഹൈറ്റ് കൊടുക്കാൻ ബാക്കിയുണ്ടല്ലേ. ലിൻഡലിന്റെ ഹൈറ്റ് എത്ര വരിക? ലിൻഡല് ഇതിൽ 20 കൊടുത്തിട്ടുള്ളത്. ഷെയ്ഡിൻ്റെതാകുമ്പോ ഇത് 10. ലിൻഡല് 15 നോർമലി നമ്മൾ കൊടുക്കുക ലിൻഡലിന്റെ കേട്ടോ. ഇത് കുറച്ച് കൂടുതലുണ്ട്. കറക്റ്റ് നമ്മൾ 15 കൊടുത്താൽ മതി. ഇതിൽ ഡയമെൻഷൻ കിട്ടാത്തത് ഏതെങ്കിലും ഉണ്ടോ? എല്ലാം ക്ലിയർ അല്ലേ? 1 ഉണ്ട്. അതായത് ഫൗണ്ടേഷൻ 60 സെന്റിമീറ്റർ, തറ 1/2 മീറ്റർ, അതിനുശേഷം ചുമര് ലിൻഡൽ വരെ ഹൈറ്റ് 2.1, ലിൻഡൽ മുകൾക്ക് പിന്നെ ടോട്ടൽ 3. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ടെറസിന്റെ തിക്നെസ് നമ്മൾ എത്ര കൊടുക്കും? ടെറസ് എത്രയല്ല, ഒരു 15 സെന്റിമീറ്റർ. ഓക്കെ. ടെറസിന്റെ അതായത് കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ തിക്നെസ് ഏരിയ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മിനിമം 15 വരെ നമുക്ക് കൊടുക്കാം. ഓക്കെ. ഇത് 20 സെന്റിമീറ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. ലിൻഡൽ 15 കൊടുക്കാം. ഓക്കെ. സൺഷെയ്ഡ് 10 സെന്റിമീറ്റർ കൊടുക്കാം. ഓക്കെ. എല്ലാ തിക്നെസ്സും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ അതിന്റെ നേരെ കോപ്പിയാണ് മുകൾക്കുള്ള പാരാപെറ്റ് 1 മീറ്റർ. ഓക്കെ. അപ്പൊ എല്ലാം ക്ലിയർ അല്ലേ? സ്റ്റെയർ എന്ന് പറയുമോ? സ്റ്റെയറിന്റെ ഹൈറ്റ് എത്ര വരിക? 15 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വരിക. ഓക്കെ. സ്റ്റെയറിന്റെ ഓരോ സ്റ്റെപ്പിന്റെ ഹൈറ്റ് 15. സ്റ്റാൻഡേർഡ് 15. ഓക്കെ. 3 സ്റ്റെപ്പാണ് ഉണ്ടാകുക. അതായത് ഒരു സ്റ്റെപ്പ് മറ്റേ സ്റ്റെപ്പിലോട്ട് കയറാനുള്ള ഹൈറ്റ്, ത്രെഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 15 വരിക. അതായത് ത്രെഡ് ആൻഡ് റൈസ് 15. ഓരോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് 15. ഓരോന്നിനും മാറ്റം വരും. നിങ്ങൾക്ക് 15 ആവറേജ് സ്റ്റാൻഡേർഡ് നമ്മൾ കൊടുക്കുക. ഓക്കെ. ത്രെഡ് നമ്മൾ കാല് വെക്കുന്നത് 30. ഓക്കെ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള 30 ആയിരിക്കും. ഇത് 30 ആയിരിക്കും. ഇത് 15. ഓക്കെ. 15 നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റെപ്പിനൊക്കെ വരുന്നത്. ഇത് നമ്മൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ 3 സ്റ്റെപ്പ് കിട്ടിയത് 45 തറിന്റെ 3 സ്റ്റെപ്പ് 15, 15, 15. ഓക്കെ. സ്റ്റെയറിന്റെ ക്ലിയർ ആയില്ലേ? എന്നിട്ട് ഓരോ 15 സെന്റിമീറ്ററിലും 15 ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റെയർ വരച്ചാൽ മതി. ഓക്കെ. ലാൻഡിങ്ങിന്റെ 1 മീറ്റർ ആണ് വരിക. ഓക്കെ. ലാൻഡിങ് 1 മീറ്റർ. 1 മീറ്റർ ആണ് എടുത്ത് കൊടുത്തിട്ടുള്ള ലാൻഡിങ്ങിന്. ഇത് 90 1 മീറ്റർ വരെ നിങ്ങൾക്ക് കൊടുക്കാം. ലാൻഡിങ് ക്ലിയർ ആണോ? ഡ്രോയിങ്ങിൽ എന്തൊക്കെയാ വേണ്ടത്, എന്താണ് സെക്ഷൻ, എന്താണ് എലവേഷൻ, എല്ലാം ക്ലിയർ അല്ലേ? ഹലോ, ക്ലിയർ ആണോ?
യെസ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മളെ സിവിൽ എഞ്ചിനീയറിംഗിൽ ഓട്ടോകാഡ് നിങ്ങൾ ഏകദേശം എത്ര ടഫസ്റ്റ് പ്ലാൻ വരയ്ക്കാനുള്ള ബേസിക് നോളജ് നിങ്ങൾക്ക് കിട്ടി. 30ഓളം കമന്റുകൾ നമ്മൾ പഠിച്ചു. എന്താണ് പ്ലാൻ, എന്താണ് സെക്ഷൻ, എന്ത് എലവേഷൻ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഇത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വലിച്ചിടാൻ ഡ്രാഗ് ചെയ്യാനൊക്കെ പറ്റും. ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ആണ് ഇത്, നമുക്ക് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ ആണ്. ഇതിന്റെ സ്കെയിൽ മാറ്റുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുപോയിട്ട് മാറ്റിയാൽ മതി. ഓക്കെ, ഓക്കെ. അപ്പം ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ, ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ, എലവേഷന്, സെക്ഷന്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് നിങ്ങൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി തീർന്നു. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓട്ടോകാഡിന്റെ ഫൈനൽ ഡേ ആണെന്ന്. നാളെ നമ്മൾ റെവിറ്റിന്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഇത് നമ്മൾ ഇതിന്റെ 3D ജസ്റ്റ് ഒന്ന് റെവിറ്റ് എന്താണെന്നുള്ള ബേസിക് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഇത് വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഇതിന്റെ 3D വരയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ്, റെവിറ്റിനേക്കാളും ബെസ്റ്റ് നമുക്ക് സ്കെച്ചപ്പ് പറഞ്ഞ ടൂൾ ഉണ്ട്. സ്കെച്ചപ്പിൽ ഇത് വരച്ചത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. സ്കെച്ചപ്പ് അറിയോ? സ്കെച്ചപ്പ് ആർക്കെങ്കിലും അറിയാം? സ്കെച്ചപ്പ് കേട്ടണോ? യെസ്. ആ, നമ്മൾ റെവിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യാം? റെവിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, റെവിറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം? ഗെറ്റിന്റെ പി സി എന്ന വെബ്സൈറ്റ് ഉണ്ട്. അതിൽ 2018 വേർഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഞാൻ ഇപ്പൊ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. അവിടെ ഉണ്ടോ? 4 GB ഉണ്ട്. ഗെറ്റിന്റെ പി സി എന്നുള്ള വെബ്സൈറ്റിൽ പോയിട്ട് റെവിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. റെവിറ്റ് ഓട്ടോഡെസ്ക് 2018 ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുക. ഔട്ട് ഡൗൺലോഡ് എന്നുള്ള എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ള ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. വീഡിയോ ട്യൂട്ടോറിയൽ ഉണ്ട്. ഇത് പ്രകാരങ്ങൾ ക്രാക്ക്ഡ് വേർഷൻസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടാന്നുള്ള ഇതിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഓട്ടോകാലിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, ഓട്ടോകാഡ് എല്ലാവർക്കും ക്ലിയർ ആയോ? യെസ്, അഫ്സലിന് മാത്രമേ ക്ലിയർ ആയിട്ടുള്ളൂ ഓട്ടോകാഡ്. എല്ലാരും ഒരു കാര്യം ചെയ്യാ, എല്ലാരും ഫോണിലല്ലേ ഇപ്പൊ കയറിയിട്ടല്ലേ? എല്ലാരും ഗൂഗിളില് ക്രോം എടുക്കുക. എല്ലാരും ക്രോം എടുത്താണ്. ക്രോം ഒന്ന് എടുക്കി. എല്ലാരും എടുത്തോ? ഗൂഗിളിൽ പോയിട്ട് ക്രോം ബ്രൗസറിൽ പോവാം. എന്നിട്ട് അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് കിനൈറ്റ്സ്. ഓക്കെ, KNAYDS എന്ന് സെർച്ച് ചെയ്യുക. ആ, ക്രോം ബ്രൗസറിൽ കിനൈറ്റ്സ് സെർച്ച് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു പേജ് കാണും അല്ലേ? ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ റീഡ് റിവ്യൂസ് ഉണ്ട്. റിവ്യൂ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളെല്ലാവരും ഓട്ടോകാഡ് ക്ലാസ്സിനെ കുറിച്ചുള്ള റിവ്യൂ, അവിടെ എത്ര പേര്? 22 പേരുണ്ട്. എല്ലാവരും റിവ്യൂ നിങ്ങൾക്ക് കാണണം. ടോളി എങ്ങനെയുണ്ട് ക്ലാസ് എന്നുള്ള റിവ്യൂ എല്ലാ സെഷൻ ഉണ്ട്. എല്ലാവരും ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഞാൻ അടുത്ത സെഷനിലോട്ട് പോവാം. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എനിക്ക് വേണം. ഓക്കെ, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അതറിയാം. ഗൂഗിൾ റിവ്യൂ ആണ്. എല്ലാവരും 5 സ്റ്റാർ റേറ്റിംഗ് തന്നാൽ അൽഹംദുലില്ലാ. ഓക്കെ, നിങ്ങളെ ജെന്യൂൻ ആയിട്ടുള്ള നിങ്ങൾക്ക് ഇത് എങ്ങനെ ഉപകാരപ്പെട്ടു? കഴിഞ്ഞ 5 ദിവസത്തെ ഓട്ടോകാഡിന്റെ സെഷന് എങ്ങനെ ഉണ്ടായത്? നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റിയോ? ഒന്നും അറിയാത്ത ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നല്ല റിവ്യൂ തന്നെ തരാം. ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ അതും പറയാം. റെക്കോർഡിംഗ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ അല്ലെ? ഗ്രൂപ്പിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്, പ്ലേ ലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. ആരാ റിവ്യൂ? ആരും തരുന്നില്ലേ?
ആ നോട്ടെ റിവ്യൂ പുതിയതായിട്ട് തന്നോ? ഹലോ, എല്ലാരും ഇവിടെ ഉണ്ടോ? ഗൂഗിളിൽ കയറിയിട്ട് ഒന്ന് റിവ്യൂ ചെയ്യാം. നിങ്ങളുടെ റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാനാണ് മക്കളെ. എന്താണ് റിവ്യൂ തരൂല. വിഷ്ണു പി ആണ് ലാസ്റ്റ് 2 ദിവസം മുന്നേ ചെയ്തതാ. വേറെ ആരും റിവ്യൂ ചെയ്തില്ല. അപ്പൊ ഇത്രക്ക് ലോഡ് ആവുന്നില്ല. ഓക്കെ, അപ്പൊ എല്ലാരും ചെയ്യാം. ഞാൻ ഗ്രൂപ്പിലും ആണെങ്കിൽ അതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ എല്ലാരും അതിൽ കയറിയിട്ട് എന്ത് ചെയ്യാ? വെരിഫിക്കേഷൻ പ്രശ്നം പറഞ്ഞിട്ടില്ല. ആരൊക്കെ ചെയ്തവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്താണ്. ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. ഓക്കെ, ഷെയർ ചെയ്യാൻ ലിങ്ക് ഉണ്ട്. ഓക്കെ, ലിങ്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ വിലപ്പെട്ട റിവ്യൂ ചെയ്തവർക്കെല്ലാം നമ്മൾ സർട്ടിഫിക്കറ്റ് ഒക്കെ നൽകണം എന്നുണ്ടെങ്കിൽ ഇത് ഫീഡ്ബാക്ക് ഒക്കെ നോക്കും. എല്ലാവരും ഫീഡ്ബാക്ക് തരണം. അതുപോലെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിലും കിനൈറ്റ്സ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് അവൈലബിൾ ആണ്. കിനൈറ്റ്സ് KTU എന്ന് പറഞ്ഞിട്ട് പേജ് ഉണ്ട്. അതിൽ നിങ്ങളെ ഫീഡ്ബാക്ക് നിങ്ങൾ ഫോളോ ചെയ്യാത്ത ആളുകൾ ഫോളോ ചെയ്യാം. പുതിയ അപ്ഡേറ്റ്സ്, കാര്യങ്ങൾ, ഇന്റേൺഷിപ്സ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ഗ്രൂപ്പിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിൽ കയറിയിട്ട് എല്ലാവരും ഒന്ന് റിവ്യൂ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഓട്ടോകാഡിന്റെ സെക്ഷൻ വ്യൂവിന്റെ ഫോട്ടോ നിങ്ങൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ഒന്ന് എന്ത് ചെയ്യാം, ഇപ്പൊ തന്നെ ഗ്രൂപ്പിലിടാം. ഇതൊന്ന് ഒരാള് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സൂം ചെയ്യാം. സെക്ഷൻ ഒന്ന് ഒരാൾ എന്ത് ചെയ്യാം, ഒന്നും കൂടി ചെറുതാക്കണം. അല്ലെ, ചെറുതായിട്ട് ചെറുതാക്കട്ടെ. മതിയോ? ആവശ്യം കിട്ടണം. ഓക്കെ, ഇതൊന്ന് ഗ്രൂപ്പിൽ ഒരാളുടെ ഫോട്ടോ എടുത്താണ് സെക്ഷൻ വ്യൂ കേട്ടോ. ഞാന് നിങ്ങളെ ഇവാലുവേഷൻ നടത്തുന്നത് നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്ക് വെച്ചിട്ടായിരിക്കും ഇവാലുവേഷൻ ഒക്കെ നടത്തുക. ഓക്കെ, നിങ്ങളെ പ്രൊജക്റ്റും കൂടി ഇതിലുണ്ട്. സർട്ടിഫിക്കേഷൻ ക്വിസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ക്വിസ് ചിലപ്പോൾ നടത്തൂല. അതിന് പകരം നിങ്ങൾ വെച്ചിട്ടുള്ള പ്രൊജക്റ്റുകളായിരിക്കും നോക്കുന്നുണ്ടാകുക. ഓക്കെ, ചെയ്യുമ്പോൾ പ്രൊജക്ട് ചെയ്തവർക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ, സർട്ടിഫിക്കറ്റ് ഉണ്ടാവുള്ളൂ. പ്രൊജക്ട് ചെയ്തതിന്റെ വർക്ക്ഷോപ്പിന്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടാകുക. ഓക്കെ, അപ്പൊ ഗ്രൂപ്പിൽ അത് പറയുന്നുണ്ടാവും. അപ്പോ നിങ്ങൾ വെറുതെ ഓൺലൈൻ ക്ലാസ് കേട്ട് പോവാന്നല്ല, നിങ്ങൾ ചെയ്യണം. ചെയ്ത് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് എന്തേ ഉള്ളൂ, അതിനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ഫീഡ്ബാക്ക് നോക്കും. ആർക്ക് അറ്റൻഡ് ചെയ്തവർക്കല്ലേ ഫീഡ്ബാക്ക് തരാൻ പറ്റുള്ളൂ. ഓക്കെ, ഓക്കെ. അപ്പൊ ആരൊക്കെ റിവ്യൂ ചെയ്ത ആളുകളൊന്ന് ഹാൻഡ് റൈസ് ചെയ്താണ്. അല്ലെങ്കിൽ എന്തിട്ടാലും മതി. സ്മിതു കൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. കമന്റ് ബോക്സിൽ ഇട്ടു ആയി ചെയ്താലും മതി. ഓക്കെ, വെറും സ്റ്റാർ റേറ്റിംഗ് അല്ല, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം. ക്ലാസ് അങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നെങ്കിൽ അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നെങ്കിൽ ബെറ്റർ. ChatGPT വെച്ച് ബെറ്റർ ആക്കിയോളൂ ഇനി എഴുതാൻ മടിയുള്ളവർക്ക്. ഓക്കെ, ഓക്കെ.
യെസ്, മിഥുകൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. ഓട്ടോകാഡ്. ഓക്കെ, ഇന്റേൺഷിപ്പ് ഓട്ടോകാഡ് ഇന്റേൺഷിപ്പ് ഒന്ന് കൊടുത്തോളൂ കേട്ടോ. ഓക്കെ, ഒരാളാണ് ഇപ്പൊ ചെയ്തത്. പിന്നെ ആരാ? PB ഗീത. ഗീതക്ക് വേറെ അഭിപ്രായമൊന്നുമില്ല, സ്റ്റാർ റേറ്റിംഗ് മാത്രമേ ഉള്ളൂ. അഭിഷേക് ഹരി. ഓക്കെ, എല്ലാവരും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കട്ടോ. ഒരു സ്റ്റാർ റേറ്റിംഗ് ഒന്നും കൊടുക്കില്ല. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യും. നിങ്ങൾ എഞ്ചിനീയേഴ്സ് അല്ലേ? ആ, ഗുഡ് മാത്രം ഇട്ടാൽ എങ്ങനെയാടാ? ഒരാള് നമ്മളെ അക്കാഡമി ഒന്ന് നോക്കുമ്പോൾ വെറും ഗുഡ് എന്ത് പഠിച്ചു, നിങ്ങൾ എന്ത് പഠിച്ചു എന്നൊക്കെ അറിയണമെങ്കിൽ ഇൻഫർമേഷൻ ഒക്കെ വേണ്ട നമുക്ക്. എന്താ അവിടെ നിന്ന് പഠിക്കാൻ പറ്റിയെന്നുള്ള, ഓട്ടോകാഡ് ഇന്റേൺഷിപ്പാണ്, ഓട്ടോകാഡ് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റി എന്നതൊക്കെ. ട്രെയിനറെ കുറിച്ച് എങ്ങനെ, എന്താണ് അഭിപ്രായം എസ് എ ട്രെയിനർ എന്ന ലെവലിൽ എന്റെ ഫാക്കൽറ്റി എങ്ങനെ ഉണ്ടായിരുന്നു, ഇതൊക്കെ നിങ്ങൾ റിവ്യൂ ചെയ്യാം. ഓക്കെ, ഞാൻ 5 ദിവസം കഷ്ടപ്പെട്ട് 2 ആഴ്ച, ഒന്നര ആഴ്ചയില്ലേ? രണ്ടാമത്തെ ആഴ്ച 2 വീക്ക് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ഇത്ര തരാനുള്ളൂ. മോശമാണ് കേട്ടോ. യൂസ്ഫുൾ ആയോ? ഒന്നും അറിയാത്ത സെക്കൻഡ് ഇയേഴ്സ് എത്ര പേരുണ്ട് ഇതില്? S3 അല്ലെങ്കിൽ S4 എത്ര പേരുണ്ടായി? S4 പിള്ളേരൊന്ന് ഒരു കമന്റ് ഇട്ടാണ് ഈ S4 എന്ന് കമന്റ് ചെയ്യാം. ആരൊക്കെയാണ് S4 ഉള്ളതെന്നാണ്. ഹലോ, S4 ഇവിടെ ഇല്ലേ? ആകെ 1, 2, 3, 4 പേരാണ് ആകെ റിവ്യൂ ചെയ്തതെന്ന് പറഞ്ഞത്. അപ്പൊ 4 പേർക്ക് എന്തേ? പവിത്ര, മിഥുൻ കൃഷ്ണ, വസീം, മിഥു കൃഷ്ണ, 4 പേര് ഇവിടെ ആക്റ്റീവ് ഉള്ളൂ. ബാക്കി ആരും ഇവിടെ ആക്റ്റീവ് അല്ല. ഓക്കെ, കമന്റിൽ അറിയും. ഓക്കെ, അവർക്ക് മാത്രം സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി അല്ലേ? ബാക്കിയുള്ളവർക്ക് ആബ്സെന്റ് ഇടേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. അപ്പൊ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യാം? എല്ലാവരും റിവ്യൂ മസ്റ്റ് ആണ്. റിവ്യൂ ഒക്കെ മസ്റ്റ് ആണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ പ്രൊജക്ട് നിങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. കൊടുത്തുള്ള വർക്കുകൾ എല്ലാവരും ചെയ്യണം. ഗ്രൂപ്പിൽ ഒരാളും വിട്ടുവരുത്. ഓക്കെ, അതൊക്കെ നോക്കും. അവർക്ക് മാത്രം സർട്ടിഫിക്കറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഓക്കെ. ഇനി നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓട്ടോകാഡ് റിലേറ്റഡ് ആയിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പൊ ക്ലിയർ ചെയ്യാം. കമന്റ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് വർക്ക്ഔട്ട് ആകാത്തതോ അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചോദിക്കാം. യെസ്, നമ്മുടെ ഭദ്ര ഉണ്ടല്ലോ. ഭദ്ര കേൾക്കുന്നുണ്ടോ? ഒരു ചോദ്യം. Yes, ഓക്കെ, sir. ലെയറിന്റെ ഷോർട്ട് കട്ട് എന്താ? എന്താ സർ? ലെയർ എന്നുള്ള ഫംഗ്ഷന്റെ ഷോർട്ട് കമന്റ് LA. വെരി ഗുഡ്, താങ്ക് യു. ഓക്കെ, ഓക്കെ, താങ്ക് യു. അപ്പം ഇനി എക്സാം ടൈം ആണ് കേട്ടോ. ഓട്ടോകാഡിന് ഇവാലുവേറ്റ് നിങ്ങൾക്ക് കമന്റുകളൊക്കെ ഓർമ്മ ഉണ്ടോ എന്നൊക്കെ നോക്കട്ടെ ഞാൻ. ഓക്കെ, ഗാൾഡിൻ ജോർജ് ഏതാ കോളേജ്? ഐസാറ്റ് കളമശ്ശേരി. കളമശ്ശേരി. ഓക്കെ, യെസ്. നമ്മള് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് കമന്റ് ഉപയോഗിക്കുക? ഗാൾഡിൻ പ്ലോട്ട് ചെയ്യാൻ പി. വെറും പി എന്താണ് കമന്റ്? എങ്ങനെയാണ് നമ്മള് വർക്ക്ഔട്ട് ചെയ്യാം? വെറും പി അടിച്ചാൽ മതിയോ? ഡ്രോയിങ് നമ്മൾ വരച്ച ഡ്രോയിങ് പേപ്പറിലാക്കണ്ടേ? പ്ലോട്ട് ചെയ്യണ്ടേ? കൺട്രോൾ പി. കൺട്രോൾ പി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ശരി. ഇബ്രാഹിം ഇഖ്സാൻ രണ്ടാം. ഇബ്രാഹിം ഉണ്ട്. ഏതാ കോളേജ്? ഏതാണ്? PKM. കൊല്ലം അല്ലേ? നമ്മുടെ എക്സ്റ്റെൻഡ് എന്നുള്ള ഫംഗ്ഷന്റെ യൂസ് എന്താണ്? എക്സ്റ്റെൻഡ് ഇപ്പോ ഒരു ലൈനിനെ നമുക്ക് നീട്ടി വരയ്ക്കണം അടുത്ത പോയിന്റിലേക്ക്. അപ്പോ എക്സ്റ്റെൻഡ് ഉപയോഗിക്കും. EX
സെന്റർ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിഥു കൃഷ്ണൻ കെ. ഭദ്ര ഏതാ കോളേജ്? സാർ LBS. LBS കാസർഗോഡ്. അല്ല, പൂജപ്പുരം, ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്താണ്. ഓക്കെ, ശരി, താങ്ക് യു. യെസ്, മിഥു കൃഷ്ണൻ പറ. മിഥു കൃഷ്ണൻ ഇവിടെ അല്ലേ? മുനീറ മാഡം ഒന്ന് നോട്ട് ചെയ്തോട്ടെ, മിഥു കൃഷ്ണൻ ആബ്സെന്റ് ആണ്. ഇവിടെ ഉണ്ടോ മിഥു? കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ. ട്രിം എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? പർപ്പസ് എന്താ ട്രിം? എന്തിനു കേൾക്കുന്നില്ല? നെറ്റ്വർക്കിൽ പ്രശ്നമുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് അരുണിമ പറ. Yes, sir. ഓക്കെ, ട്രിമ്മിന്റെ പർപ്പസ് എന്താ? ട്രിമ്മിന്റെ ഷോർട്ട് കട്ട് എന്താ? TR. TR double N. യെസ്, ഡബിൾ എൻട്രി. ഏത് ബ്രാഞ്ച് ഏതാ? Civil Engineering. സിവിൽ. ഓക്കെ, ഏത് കോളേജ്? TKM Institute of Technology. ഓക്കെ, സെമസ്റ്റർ ഏതാ? S7. 7 ആണ്. ആക്ടിവിറ്റി പോയിന്റ്സ് എല്ലാം ആയോ? കുഴപ്പമില്ല. ഓക്കെ, ശരി, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ ഓട്ടോകാഡ് മനസ്സിലായില്ലേ? വരയ്ക്കാനൊക്കെ അറിയാം, ഇപ്പൊ പഠിച്ചോ? Yes, sir. മനസ്സിലായി. മനസ്സിലായി. ഓക്കെ, ശരി. ഓക്കെ, ഒരുപാട് പേര് റിവ്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാസിൽ സാജു Yes, sir. കോളേജ് ഏതാ? സെമസ്റ്റർ ഏതാ? ആദിശങ്കര S5. കോളേജ് ആദിശങ്കര എറണാകുളത്തല്ലേ ഇരുന്നത്? കാലടി. ഓക്കെ, S5 ആ? S5 ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ചോദ്യം, നമ്മള് ബൗണ്ടറി ലൈൻ എന്തിനാ സെറ്റ് ചെയ്യുന്നത്? ബൗണ്ടറി ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രോയിങ് ഉണ്ടെങ്കിൽ അതിന്റെ ആ സ്പേസ് കറക്റ്റ് ആയിട്ട് അളന്ന് അതിന്റെ അകത്ത് വരയ്ക്കാനുണ്ട്. ബൗണ്ടറിന്റെ ഷോർട്ട് കട്ട് എന്താ? ബൗണ്ടറിയുടെ ഷോർട്ട് BO. യെസ്, BO. ഓക്കെ, ഋഷി അഭിമന്യു പറ. ഹലോ, ഋഷി അഭിമന്യു ഇവിടെ ഉണ്ടോ? അഭിമന്യു ഫേമസ് പേരല്ലേ അല്ലേ? ഓക്കെ, എന്നാ ബിജേഷ് NC. അവരൊന്നും ഇവിടെ അല്ലേ? വെറുതെ ഓണാക്കിട്ടങ്ങ് പോയിക്ക. ഓക്കെ, കോർഡിനേറ്റർ നോട്ട് ചെയ്യട്ടോ. ഓക്കെ, സങ്കീർത്തന S നമ്പ്യാർ. Yes, sir. ഓക്കെ, എന്നോടുള്ള ചോദ്യം എന്താ? നമ്മള് ഇന്നെടുത്ത പാട്ടെന്നാണ് സ്റ്റാൻഡേർഡ് വാളിന്റെ ഹൈറ്റ് എത്ര വരിക? ഏതാ സെമസ്റ്റർ ഏതാ? S7. നമ്മളെ വാളിന്റെ ഹൈറ്റ് എത്ര വരിക? ഒരു വീടിന്റെ വാൾ ഹൈറ്റ് എത്ര? 3 meter. ലിൻഡിൽ വരെ ലൈറ്റ് എത്ര വരിക? 2.1. സിൽ ലെവൽ വരെ ലൈറ്റ് എത്ര വരിക? 60 centimeter. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ശ്രീനന്ദ. Yes, sir. ഓക്കെ, നമ്മള് സ്റ്റാൻഡേർഡ് ആയിട്ട് ലിൻഡലിന്റെ സൺഷെയ്ഡിന്റെ തിക്നെസ് എത്ര കൊടുക്കാം? അറിയാം? അറിയില്ല. എക്സ്റ്റൻഷൻ സൺഷെയ്ഡ് എത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ പുറത്തോട്ട്? സൺഷെയ്ഡ് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലെ? വീടിന്റെ സൺഷെയ്ഡിന്റെ നീളം എത്ര കൊടുക്കാം നമ്മള്?
സൺഷെയ്ഡ്? ഹലോ, അറിയില്ല സാർ. എന്താ അറിയാത്ത? ഏതാ സെമസ്റ്റർ ഏതാ? എസ് 3. S3 ആണ്. ഓക്കെ. വീടിന്റെ സൺഷെയ്ഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് പുറത്തോട്ട് നമ്മൾ വീടിന്റെ സൺഷെയ്ഡ് ഉണ്ടാവുള്ളൂ 60 സെന്റിമീറ്റർ ആണ് നോർമലി കൊടുക്കുക. ഓക്കെ. തിക്നെസ് എന്ന് പറയുന്നതും ഓക്കെ സാർ. തിക്നെസ് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 7 സെന്റിമീറ്റർ ഒക്കെയാണ് തിക്നെസ് നമ്മൾ വാർക്കുന്ന തിക്നെസ്. ഓക്കെ, കൊടുക്കാൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ. ശരി ശരി. ഓക്കെ, അപ്പൊ നിങ്ങളെ ക്വിസ് ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് ക്വിസ് കേട്ടോ. അങ്ങനെയൊക്കെ ചോദ്യോത്തരാണ് ക്വിസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇനിയിപ്പോ അതിന് വേറെ നമ്മള് അറ്റൻഡ് ചെയ്യാത്ത ഒരുപാട് ആളുണ്ട്. നോക്കാം, നമുക്ക് നടത്താൻ വേണ്ടെന്ന് ആലോചിക്കാം. ഓക്കെ, 15 പേരല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്തില്ലേ? അപ്പൊ നാളെ നമുക്ക് എന്ത് ചെയ്യാം, റിവിറ്റ് ഇൻട്രൊഡക്ഷനും 3D എങ്ങനെ മോഡൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളിൽ ഞാൻ കാണിച്ചു തരും. അങ്ങനെ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇന്നൊരു പ്രൊജക്ട് വർക്ക് എന്ത് ചെയ്യാം, സെക്ഷനും എലവേഷനും നിങ്ങൾ വരച്ചു വരിക. ഓക്കെ, ഡ്രോയിങ് അതിന്റെ പ്രൊജക്റ്റ് ആയിട്ട് വർക്കായിട്ടാണ് അത് വരിക. അതുപോലെ റിവ്യൂ ചെയ്യാത്ത ആളുകൾ റിവ്യൂ ഒക്കെ ചെയ്യുക, ഫീഡ്ബാക്ക് തരിക. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ ക്യുനൈറ്റ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് അവൈലബിൾ ആണ്. അത് ഫോളോ ചെയ്യാത്ത ആളുകൾ ഫോളോ ചെയ്യുക. ഓക്കെ, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്.